ഞാനും മനുഷ്യനാണ്. എനിക്ക് നിങ്ങളിപ്പോൾ ചിന്തിക്കാനും എല്ലാം എനിക്ക് ഞാൻ പച്ച മനുഷ്യനാണ്. ഞാൻ സിനിമയാണ് എന്റെ ലോകമെന്ന് അവർക്ക് അറിയാം. നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? വീടിനകത്തോണ്ട് വീടിന് പുറത്തോണ്ട് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും അത് ഭയങ്കര അവിടെ ഞാൻ ദൈവത്തെ കണ്ടു. എനിക്ക് ഒരു വാശി തോന്നുന്നില്ല. പക്ഷെ ഞാൻ തന്നെ സ്വന്തമായി വാതി തോന്നി കയറി സാധാരണക്കാർ, വെറും സാധാരണക്കാർ അവരെയൊക്കെ മനസ്സിൽ കയറുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. കയ്യിലൊരു മുറിവ് വന്ന വേണ്ട, നമ്മുടെ മുഖത്തൊരു കുരു വന്ന അതോടെ ജീവിതം പോയി എന്ന് കരുതുന്നവരാണ് നമ്മളീ പലരും. എന്നാൽ സെറിബ്രൽ പാൾസി എന്ന രോഗത്തെ പോലും അതിജീവിച്ച് സ്വന്തം സിനിമ എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ച ഒരാളുണ്ട്, രാകേഷ് കൃഷ്ണൻ കുറുമ്പോല. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് രാകേഷ് കൃഷ്ണനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. കളം മറ്റ് 24 എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ രാകേഷ് എന്ന് പറയുന്ന സംവിധായകൻ എവിടെ എത്തി നിൽക്കുന്നു? അടുത്ത സിനിമ ചെയ്യാനുള്ള ഒരു ഓഫറായി. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം കളം 24 സിനിമ കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അംഗീകാരം കിട്ടി. പിന്നെ പലരും തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു ആർട്ടിസ്റ്റ് പോയി കഥ പറയാനുള്ള ഒരു പേജുണ്ട്. അങ്ങനെയൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചേട്ടന്റെ പുറകിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടാവും, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്തത്? ഒരാളെ പേര് മാത്രം പറഞ്ഞാൽ അത് വിഷയവും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ സിനിമക്കകത്തും സിനിമയ്ക്ക് പുറത്തും. പിന്നെ ഫാമിലിയുണ്ട്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങും, കാരണം ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മളൊരു ചെറിയൊരു അസുഖം വന്നാൽ തന്നെ ഡൗൺ ആയി പോകുന്ന ആൾക്കാരാ. അപ്പൊ ഇങ്ങനെ ഒരു വെല്ലുവിളി ചേട്ടന് ഉണ്ടായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ അമ്മേന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു ചേട്ടനുള്ള ആദ്യത്തെ സപ്പോർട്ട്? എങ്ങനെയായിരുന്നു അത്? ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി എടുക്കാൻ തീരുമാനിക്കുന്ന മുമ്പ് തന്നെ ഞാൻ സിനിമയാണ് എന്റെ ലോകമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ നീ എന്തെങ്കിലും ചെയ്യും, സിനിമ എന്തെങ്കിലും ചെയ്യുമെന്നിങ്ങനെ ചെയ്തോ. എന്തായാലും ഇത്രയും കൊല്ലമായി അതിന്റെ പുറകെ നിന്നിട്ട്. പിന്നെ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പറ്റുമ്പം അവരൊന്നും പറഞ്ഞില്ല, സപ്പോർട്ടായി. പിന്നെ ചെറിയ പേടി ഉണ്ടാവില്ല എല്ലാവർക്കും, സ്വാഭാവികം. അപ്പൊ ആരെങ്കിലും ഇപ്പൊ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും നിന്നെ കൊണ്ട് പറ്റില്ല, നീ ചെയ്യണ്ട, നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെ അകത്തും പുറത്തുമുണ്ട്. സിനിമേന്റെ അകത്തുനിന്ന് വന്നിട്ടുണ്ട്, നമുക്ക് വീടിനകത്തുണ്ട്, വീടിന് പുറത്തുനിന്നും. അതുപോലെ സിനിമാ പ്രവർത്തനം എന്ന് പറഞ്ഞ ഇറങ്ങുമ്പോ ഈ ഒരു കളം ഇറങ്ങി കഴിഞ്ഞപ്പോ ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് ചേട്ടന് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? സിനിമയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം മാർക്കോ ടീം നമ്മളെ നേരിട്ട് കണ്ടു, അവരെനിക്കെല്ലാം സഹായം ചെയ്തു. പിന്നെ നമുക്ക് നമ്മളെ ഇപ്പം ഒരു ആർട്ടിസ്റ്റിനേറ്റ് പോകണമെങ്കിൽ വിളിച്ച് സംസാരിക്കുമ്പം ഓക്കെ കഥ കേൾക്കാം. അങ്ങനെ സപ്പോർട്ടാണ്. കളം കണ്ടിട്ട് ആരൊക്കെയാണ് ചേട്ടനെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുള്ളത്? അപ്പൊ സിനിമാ മേഖലയിൽ പ്രമുഖരായിട്ടുള്ള ഒന്നിനു ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മിക്കവരും നമ്മുടെ സ്റ്റോറി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനുശേഷം കളം ചെയ്തോണ്ടിരിക്കുമ്പോ ചേട്ടന് ഉണ്ടായിട്ടുള്ള ഒരു മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ കളറിങ് നടക്കുന്ന സമയം, കളറിങ് ഗൈഡ് നടക്കുന്ന സമയം, ആ സമയത്ത് ആലപ്പുഴ വെച്ചായിരുന്നു. അപ്പം ഞാൻ നൈറ്റായിരുന്നു കളർ ഗൈഡ് നടക്കുന്നത്. ഒരു ദിവസം രാത്രി പോയി, പിറ്റേ ദിവസം രാവിലെ വരിക. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയി വെളുപ്പിന് അവിടെ ഇറങ്ങിയതിനു ശേഷം നമുക്ക് എന്താ പറയാ, എൻ്റെ 150 രൂപ ഉള്ളത് കൃത്യം
വണ്ടിക്ക് പെട്രോളും കുറവാ. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ എത്തുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നല്ല വിശപ്പ് ഉണ്ടായി രാവിലെ. അങ്ങനെ രാവിലെ എന്തായാലും ഫുഡ് കഴിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരി എന്താ പത്മ കഫേ അവിടേക്ക് ഒരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിച്ചു. ഞാൻ കഴിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് ഒരു അച്ഛനും അമ്മയും അവരെന്നെ നോക്കുന്നുണ്ട്. ഈ ഫുഡ് കഴിക്കുന്ന എല്ലാവരും നോക്കുന്നു. ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു കൈ എഴുതി തിരിച്ചു കഴിഞ്ഞ സമയത്ത് ബില്ലുണ്ടല്ലോ. ബില്ലുണ്ടപ്പം ഈ എന്നെ വാശി എഴുതുന്ന അച്ഛൻ ബില്ല് വാങ്ങിച്ചു. ബില്ല് വാങ്ങിച്ചു ഞാൻ കൂത്തറാം. വേണ്ട ഞാൻ കൂത്തറാം ചെയ്യുന്നുണ്ട്. മോൻ കൊണ്ടുപോയി ഞാൻ കൂത്തറാം. ഞാൻ ശരി ഞാൻ ഒരുപാട് നിർബന്ധിച്ചു. അവസാനം അവിടുത്തെ വേദിച്ചത് ചേട്ടാ പുള്ളി ഇത്ര നിർബന്ധിക്കില്ലേ ഫുഡ് കൊടുത്തത് എന്നാ ശരിയാക്കിയത്. ഞാൻ അന്നത്തെ ഫുഡിന് പൈസ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും അത് ഭയങ്കര അവിടെ ഞാൻ ദൈവത്തെ കണ്ടു. ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ആരാ കണ്ടിട്ട് എനിക്ക് മോഹം പോലും എനിക്ക് പോകാൻ പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും അല്ല. ചിലപ്പോ അത് കഴിഞ്ഞിട്ടാണല്ലോ കളം ഇറങ്ങിയത്. അപ്പൊ ചിലപ്പോ അവര് കണ്ടപ്പോ അവര് കാണുന്നുണ്ടാവുമല്ലോ എവിടെങ്കിലും ഇരുന്ന് വാർത്തയെ കാണുമ്പോ ഞങ്ങൾ ഈ ഫുഡ് വാങ്ങിക്കൊടുത്തത് ഇയാൾക്കാണല്ലോ എന്നുള്ള. അതെ കാണും. എനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം നമുക്ക് ദൈവം ഇതൊക്കെ അറിയോ. ഒരുപാട് പേർക്ക് സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറയുന്ന ഭയങ്കര എന്താ പറയാ ഒരു ആഗ്രഹമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ തിരിഞ്ഞാലും കാണുമ്പോ എന്താ നിന്റെ പ്ലാൻ, അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന കുറേ പേരെ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ വരുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഒരു സംവിധായകനാണ്, ഒരു സിനിമ സ്വന്തമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ചേട്ടൻ എന്താണ് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക, അവർക്ക് എന്തൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? അഡ്വൈസ് കൊടുക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മള് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ട്. വെറുതെ കഥ എഴുതി 10 പേരെ കാണിച്ചു, അത് 10 പേര് റിജക്ട് ചെയ്തു, ഇനി അത് പോയി വേണ്ട എന്ന് മാറി നിൽക്കാതെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ശ്രമമാണല്ലോ എല്ലാത്തിനും വിജയം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എവിടെങ്കിലൊക്കെ ഒരു വാതി നമുക്ക് തുറക്കും. എവിടെയെങ്കിലും ആരും തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ആരും തുറക്കാൻ ശ്രമിക്കണം. എനിക്ക് വേണ്ടി ഒരു വാതിയും തോന്നുന്നില്ല. പക്ഷെ ഞാൻ തന്നെ സ്വന്തമായി വാതി കേറി. ചേട്ടന്റെ മനസ്സിലോട്ട് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മോഹം എങ്ങനെയാ വന്നു പെട്ടത്? കുട്ടിക്കാലത്തൊക്കെ ജോലി വാക്കാൻ സിനിമ കണ്ടിട്ട് എന്റെ ഇൻസ്പിറേഷനാണ് സിനിമയ്ക്ക് എത്താൻ ആഗ്രഹമുണ്ടായി. പിന്നെ സിനിമ മതി എന്ന് തീരുമാനിച്ച പോയിട്ടൊക്കെ പഠിക്കുന്ന സമയത്താണ് സിനിമ മതി എന്ന് തീരുമാനിച്ചു. അതിനിടക്കൊക്കെ തിരക്കഥ പ്രശ്നത്തെ തിരക്കഥ ഇങ്ങനെ എഴുതണം. അങ്ങനെ പിന്നെ ആദ്യമായിട്ട് എഴുതുന്ന ഒരു കഥ ആനക്കാരന്റെ കഥയാണ്. തിരക്കഥ ആനപ്പപ്പന്റെ കഥയാ. ശരിക്കത് ഇപ്പം കയ്യിരിപ്പുണ്ട്. നമ്മുടെ നരൻ സിനിമ, നരൻ, അതിന്റെ ഇൻസ്പിറേഷൻ ഉണ്ടായ ഒരു അതാണ് +2 ആദ്യം എഴുതിയത്. +2 അതില് ആ സിനിമ ആ തിരക്കഥ സിനിമയാക്കിയാൽ ആരായിരിക്കും അത് പറഞ്ഞ പിന്നെ ഈ കാലിന്റെ തെറി ഇല്ല. അങ്ങനെയില്ല. ചിലപ്പോ ഈ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുക ചിലപ്പോ എങ്ങനെയെങ്കിലും ഒരു നമ്മൾക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഒരു വഴിക്ക് അത് എത്തിപ്പെട്ടാലോ. ശരിക്കും നിറയായിട്ട് അഭിനയിച്ചായ കിട്ടി. അല്ല, ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ ചേട്ടന്. കളത്തിന് ശേഷം മലയാള സിനിമയിൽ നിന്ന് ചേട്ടന് എന്തൊക്കെ കിട്ടി? അംഗീകാരം കിട്ടി.
അത് പ്രത്യേകൊന്നുമില്ല. പിന്നെ എല്ലാ ഇവിടെ പേശുണ്ട്, സംവിധായകനാണ് എന്നൊരു പേശുണ്ട്. പണ്ട് പോകുമ്പം ഏതോ ഇത് വന്നിട്ട് പോയി. ഒരുപാട് പേരിപ്പോ ഇങ്ങനെ ഒരു സഹതാപത്തിന്റെ ഒരു കണ്ണും കൊണ്ട് നോക്കൂലേ? ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു നമ്മളെ കാണുമ്പോ ഒരു സഹതാപത്തിന്റെ ഒരിതില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ചേട്ടന് വിഷമം തോന്നാറുണ്ടോ? വിഷമം തോന്നാനില്ല, സഹതാപത്തൊന്നും കാര്യമില്ല. ഞാനും മനുഷ്യനാണ്. എനിക്ക് നിങ്ങളിപ്പോ ചിന്തിക്കാനും എല്ലാം എനിക്ക്, ഞാൻ പച്ച മനുഷ്യനാണ്. എനിക്കുണ്ട് ആഗ്രഹങ്ങളും വികാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുക. ആയപ്പം അവൻ അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ച് ആ ഒരു മനോഭാവത്തെ വരാൻ പാടില്ല. അത് ചേട്ടൻ തെളിയിച്ചതാണ്. കാരണം ചേട്ടന് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ചേട്ടൻ, നമ്മൾക്ക് ആർക്കും ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റില്ല, ഒരു തിരക്കഥ പോലും എഴുതാൻ പറ്റില്ലാത്ത ആൾക്കാരൊക്കെയാണ്. അപ്പോ നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോ ചേട്ടൻ എത്രയോ മേലെയാണ്. അപ്പൊ ചേട്ടന്റെ പരിമിതികളൊക്കെ മറികടന്ന് ചേട്ടൻ പ്രൂവ് ചെയ്ത ആളാണ്. ഞാൻ പറയുന്ന ഇങ്ങനെ സഹതാപത്തോടെ നോക്കുന്ന പലരും ഉണ്ടാവുമല്ലോ. അത് സഹതാപം എന്തായോ രണ്ട് കാര്യത്തിലുണ്ട്. ഒന്ന്, ഒരാളെ കാണുമ്പോ അയ്യോ പാവം കഷ്ടം. രണ്ടാമത്തെ അവൻ നമുക്ക് എന്തെങ്കിലും സഹായിച്ചാലോ? ഇല്ല, നമുക്ക് അതാ നമുക്ക് വേണ്ടത്. പിന്നെ സത്യം എനിക്ക് ഈ സിനിമ ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയോട് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല ഫാമിലി, സാധാരണക്കാർ, വെറും സാധാരണക്കാർ, അവരെയൊക്കെ മനസ്സിൽ കയറുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അതെന്തായാലും എനിക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓട്ടോക്കാർ ചേട്ടന്മാര്, പിന്നെ അങ്ങനെ നമ്മുടെ ബസ് കണ്ടക്ടർമാര്, പിന്നെ സാധാരണ വീട്ടിലെ അമ്മമാര്, ചേച്ചിമാര്, ഇവരൊക്കെ നമ്മളെ കാണുമ്പോ മോനെ എന്നൊക്കെ നല്ല പരിചയമുണ്ടല്ലോ, സിനിമ ചെയ്താലേ, അതൊക്കെ ഭയങ്കര സന്തോഷം. സെൽഫി എടുക്കും, അതൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം. പിന്നെ കളത്തിന് ശേഷം ചേട്ടന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മെച്ചം വന്നിട്ടുണ്ടോ? സാമ്പത്തികം വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും ആദ്യത്തേന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നു, അത്രയും. പിന്നെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച കുറെ പേരുണ്ടാവും. അവരൊക്കെ എങ്ങനെയാ, ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ എല്ലാവരും? ഇപ്പോൾ ചേട്ടൻ ഇനി ഒരു പടം ചെയ്താൽ ഇവരൊക്കെ വീണ്ടും അവരെ ഇതിന്റെ കൂടത്തിൽ ചേട്ടന്റെ ഭാഗമായിട്ട് കൂട്ടുമോ? കൊണ്ടുപോകാൻ എന്തോ എല്ലാവരും കൂടെ. അതെ.